Good morning, all. കഴിഞ്ഞ ദിവസം മിസ് എടുക്കാൻ നോക്കിയോ? നോക്കിയോ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്ടാ. ഒരു നല്ലൊരു തുടക്കാവട്ടെ ഈ വർഷം. ഓക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ടാഗിങ് വരല്ലേ മിസ് എടുത്തേ? ടാഗിങ് കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയേജ് നൽകില്ലേ? സ്റ്റാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സിമ്പിൾ ട്രയേജ്, റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന സിമ്പിൾ ട്രയേജ് നൽകുക. റാപ്പിഡ് ട്രീറ്റ്മെന്റ് അതിവേഗം, പേഷ്യൻസിന് അതിവേഗം ചികിത്സ നൽകുക. Is the method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. എന്താണ്? ജീവൻ അപകടത്തിൽപ്പെടുന്ന, ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ്, ജീവൻ അപകടത്തിൽപ്പെടുന്ന ഇഞ്ചുറീസ് പറ്റിയ, പരിക്കുകൾ പറ്റിയ ആളുകളിൽ നിന്ന് സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ സാധ്യതയുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു രീതിയാണ് ട്രയേജ് അല്ലെ? ആർക്കായിരിക്കും ആദ്യം പ്രയോറിറ്റി നൽകുന്നത്? ക്രിട്ടിക്കൽ പേഷ്യൻസിന് അല്ലെ? ആണോ? അതിനുശേഷം മേജർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസ് അല്ല, അതിലും താഴെ വരുന്ന അർജന്റ് പേഷ്യൻസിന്. അതിനുശേഷം എന്താണ്? മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസിന് അല്ലെ? ലാസ്റ്റ് ടാഗ് ചെയ്യുന്നത് ആൾക്കാണ്? ഡെഡ് കേസുകൾ. അതേപോലെ എന്താണ്? ജീവൻ അപകടത്തിൽപ്പെടുന്ന, പരിക്കുകൾ പറ്റിയ ആളുകളിൽ നിന്ന് അതിജീവിക്കാൻ, അതായത് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ എന്താണ്? പെട്ടെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു രീതിയാണ്, ഒരു മെത്തേഡാണ് ട്രയേജ് അല്ലെ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാപ്റ്റർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഹസ്രത്ത് മിസ് എടുക്കുന്ന ചാപ്റ്റർ ചാപ്റ്റർ 7. ഇതിൽ പറയുന്നത് എന്താണ്? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ജീവൻ ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് പറ്റിയ ആളുകളിൽ നിന്ന്, പേഷ്യൻസിൽ നിന്ന് അതിജീവിക്കാൻ സാധ്യതയുള്ള ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു രീതിയാണ് സ്റ്റാർട്ട്, സിമ്പിൾ ട്രയേജ്. നെക്സ്റ്റ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട്. സ്റ്റാർട്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു sort out victim into ambulatory and non-ambulatory by giving verbal instructions. ആംബുലേറ്ററിയിലായാലും നോൺ ആംബുലേറ്ററിയിലായാലും കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക അല്ലെ? ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വരില്ലേ ക്രിട്ടിക്കൽ പേഷ്യൻസ്? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്. അതല്ലാണ്ട് നോൺ ആംബുലേറ്ററി കെയറിൽ ഇപ്പൊ എമർജൻസിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? എമർജൻസി ആയിട്ട് ആംബുലൻസുകളില്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്താണ്? ഇൻടു ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി കൊണ്ടുവരുന്ന, ആക്സിഡന്റ് വെച്ച് കൊണ്ടുവരുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക. അവർക്ക് വെർബൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരെ പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക, തരം തിരിക്കുക.
നെക്സ്റ്റ് റെസ്പിറേഷൻ less than 30 minutes. ഇപ്പൊ നമുക്കറിയാം ഇൻഫാന്റിന്റെ ആണ് ഒരു റെസ്പിറേഷൻ എത്രയായിരിക്കും വരുന്നത്, അവർക്ക് 30 to 60 ആണ്. ബാക്കി എല്ലാവർക്കും ഒരു മിനിറ്റില് 30 ലും കുറവാണ് വരുന്നത് റെസ്പിറേഷൻ. 20 to 26 അങ്ങനെയാ വരുന്നത്. അപ്പൊ എന്താണ് റെസ്പിറേഷൻ 30ലും കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 30 അബവ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. റെസ്പിറേഷൻ 30ൽ കൂടുതലാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാം, റെസ്പിറേഷൻ എത്രയുണ്ട്, 30ൽ താഴെയാണോ 30ൽ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ഇൻഫാന്റിന് മാത്രമാണ് 30 എബോവ് റെസ്പിറേഷൻ വരുന്നത്. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്, 30ലും കുറവാണ് വരുന്നത് റെസ്പിറേഷൻ. എന്താണ് ഈ നമ്മുടെ ആ കൊണ്ടുവരുന്ന വിക്ടിമിന്റെ പേഷ്യൻസിന്റെ റെസ്പിറേഷൻ ചെക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ നോക്കുക. നെക്സ്റ്റ് പെർഫ്യൂഷൻ. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പാസേജ്, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പാസേജ് അറിയുന്നതാണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട് എന്ന നമ്മുടെ റേഡിയൽ പൾസ് ഉണ്ടോ ഇല്ലയോ, പ്രസന്റ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യും. നമ്മുടെ കൈൻ്റെ ഇവിടെ വെച്ച് ഡോക്ടേഴ്സ് നോക്കാറില്ലേ, കൈത്തണ്ടയിൽ വെച്ച് പിടിച്ച് അല്ലേ, ഉണ്ടോ? അങ്ങനെയാണ് റേഡിയൽ പൾസ്. റേഡിയൽ പൾസ് നോക്കാം. നെക്സ്റ്റ് കാപ്പിലറി റീഫിൽ ബ്ലഡ് ടെസ്റ്റ് ഓൺ നെയിൽ ബ്ലഡ് വൈറ്റ് ടു റെഡ് ഇൻ 2 സെക്കൻഡ്. നമ്മുടെ കൈയുടെ ഈ വിരലിന്റെ ഇവിടെ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് നമ്മുടെ ബോഡിയിലെ ബ്ലഡിന്റെ ഫ്ലോ അറിയാൻ പറ്റും. കണ്ടിട്ടുണ്ടോ അത് അങ്ങനെ നോക്കുന്നത്? ഷുഗർ ടെസ്റ്റ് അതല്ലാണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ബ്ലഡിന്റെ പാസേജ് അറിയാൻ പറ്റും. അപ്പൊ അതിപ്പോ ഈ വിരലിൽ ഈ നഖത്തും ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇച്ചിരി നേരം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ഈ നഖത്തിന്റെ കളർ എന്തായി മാറും, ഒരു വൈറ്റ് കളർ വരും ഏ, ഒരു വൈറ്റ് പോലെ വരും. അത് കഴിഞ്ഞ് നമ്മൾ വിട്ട് കഴിയുമ്പോ ആ വൈറ്റ് കളർ വന്നിട്ട് അത് പെട്ടെന്ന് റെഡ് ആയി മാറില്ലേ? വിട്ട് കഴിയുമ്പോ അങ്ങനെ കുറച്ചു നേരം അമർത്തിപ്പിട്ട് നമ്മൾ വിടുമ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് വൈറ്റ് കളർ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഫീൽ ചെയ്യാം, അത് പെട്ടെന്ന് തന്നെ റെഡ് ആയി വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് റെഡ് ആയി വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് രീതിയിൽ ബ്ലഡ് പാസേജ് ഉണ്ട്. അതല്ലെങ്കിൽ ബ്ലഡ് പാസേജ് കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതിനെ ബ്ലഡ് ടെസ്റ്റ് ഓൺ നെയിൽ ബ്ലഡ്. ക്ലിയർ ആയോ? കാപ്പിലറി റീഫിൽ. ഇത് നമ്മുടെ നഖത്തിന് കീഴിലുള്ള ടിഷ്യൂവിന്റെ രക്തയോട്ടത്തെ കുറിച്ച് മനസ്സിലാകാനാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ നിർജ്ജലീകരണമൊക്കെ അതൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് മെന്റൽ സ്റ്റാറ്റസ്. ഫസ്റ്റ് തന്നെ എന്താണ്, ആ ഒരു പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു. രണ്ടാമത്തേത് അവരെ റെസ്പിറേഷൻ നോക്കുന്നു. മൂന്നാമത്തേത് എന്താണ്, അവർക്ക് റേഡിയൽ പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. പിന്നെ എന്താണ്, അതിൽ തന്നെ വരുന്നതാണ് പേഷ്യൻസിന്റെ എന്താണ് ബ്ലഡ് ടെസ്റ്റ്, അവരുടെ ബോഡിയിലെ ബ്ലഡ് പാസേജിനെ കുറിച്ച് അറിയുന്നു. കൂടാതെ അവരുടെ ശരീരത്തിലെ നിർജ്ജലീകരണം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, അവരുടെ മെന്റൽ സ്റ്റാറ്റസ്, വെദർ ഹി ഓർ ഷീ ക്യാൻ ഫോളോ എന്നാണ് ഇട്ടത്. ഫ്ലോ കമാൻഡ്സ് എന്നല്ല, ഫോളോ കമാൻഡ്സ്. ഡോക്ടർ കൊടുക്കുന്ന കമാൻഡ്സുകൾ, നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു എന്ന് നോക്കുന്നു. ട്രീറ്റിംഗ് ഡ്യൂറിംഗ് സ്റ്റാർട്ട് എന്താണ്, അതിനുശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകുന്നു. മെന്റൽ സ്റ്റാറ്റസ് ബൈ വെദർ ഹി ഓർ ഷീ ക്യാൻ ഫോളോ കമാൻഡ്സുകൾ. ഇപ്പൊ ഡോക്ടർ അവരോട് ചോദിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അല്ലേ, എന്ത് പറ്റിയതാണ് അല്ലേ, ചിലപ്പോ ആക്സിഡന്റ് പറ്റി തലയൊക്കെ ഇടിച്ച് വീഴുന്നവരാണെങ്കിൽ എന്താണ്, അവർക്ക് ബോധക്ഷയം വരാം അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഓർമ്മ നഷ്ടപ്പെടാം ഇല്ലേ തലയിടിച്ച് വീഴുമ്പോ.
അപ്പൊ കഥ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് പേടി വരുത്താം അല്ലെ, ആക്സിഡന്റ് പറ്റുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിക്കുമ്പോഴോ പെട്ടെന്ന് അവർക്ക് ഒരു ടെൻഷൻ വരാം അല്ലെ. അപ്പൊ എന്താണ് ഡോക്ടർ അവിടെ മെന്റൽ സ്റ്റാറ്റസ് അറിയുന്നതിനായിട്ട് അവരോട് ചോദ്യങ്ങളൊക്കെ പേര് ചോദിക്കാറുണ്ട് അല്ലെ, പേര് ചോദിക്കും, സ്ഥലം ചോദിക്കാറുണ്ട്, എന്ത് പറ്റിയതാണ് അല്ലെ. അവരുടെ മെന്റൽ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഡോക്ടേഴ്സ് എന്താണ് കമാൻഡ്സുകൾ, ഡോക്ടർ നൽകുന്ന കമാൻഡ്സുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. നെക്സ്റ്റ് ഓപ്പൺ ദി എയർവേ. എയർവേ എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിന്റെ വായുസഞ്ചാര മാർഗം ഓപ്പൺ ചെയ്യാൻ അവര് ബ്രീത്തിങ്ങിനെ സഹായിച്ചു കൊടുക്കും. എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ആ ബ്രീത്തിങ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവരെ എയർവേസ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ബ്ലീഡിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസിനാണ് അല്ലെ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കൊണ്ടുവന്ന പേഷ്യൻസ് ആണ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവരുടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. ഷോക്ക് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരുടെ ലെഗ്സുകളൊക്കെ കാലിങ്ങനെ പൊക്കി പിടിച്ച് കാലിന്റെ ഇടയിൽ തട്ടി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ പെട്ടെന്ന്. അതല്ലെങ്കിൽ എന്താണ് കാല് ചൂടാക്കി കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഷോക്കുകൾ കൊടുക്കാനായിട്ട് അവരുടെ കാല് എലിവേറ്റ് ചെയ്യുന്നു, തിരുമ്മി കൊടുക്കും. അപ്പൊ എലിവേറ്റ് ചെയ്യുന്നു, പൊക്കി പിടിക്കുന്നു ലെഗ്സ്. ഇത് ക്ലിയർ ആയോ? സ്റ്റാർട്ട് ക്ലിയർ ആയോ? സ്റ്റാർട്ട് ട്രയേജ് നിങ്ങൾക്ക് ഒരു ഡയഗ്രാം പോലെ പറഞ്ഞു തന്നേക്കാണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് സ്റ്റാർട്ട് ട്രയേജിൽ ഫസ്റ്റ് നോക്കുന്നത് ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്. പേഷ്യൻസ് ബ്രീത്ത് ശ്വസനമുണ്ടോ, അവർക്ക് ശ്വസനമുണ്ടോ എന്ന് നോക്കുന്നു. ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്. അതിനുശേഷം നോ ആണ്, പേഷ്യൻസിന് ബ്രീത്തിങ് ഇല്ല. ഫസ്റ്റ് വരുന്നത് നോ ആണെങ്കിൽ എന്താണ്, അവര് ഓപ്പൺ പേഷ്യൻസ് എയർവേ, എന്താണ് പേഷ്യൻസിന്റെ ബ്രീത്തിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എയർവേ വായുസഞ്ചാര മാർഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്. അതിനുശേഷം വായുസഞ്ചാര മാർഗം ഓപ്പൺ ചെയ്തിട്ട് അവർ ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യുന്നു. അപ്പൊ നോ ആണെങ്കിൽ എന്താണ്, പേഷ്യൻസ് മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി കിടക്കുക, അവരെ ബ്രീത്തിങ് ഇല്ലാത്ത പേഷ്യൻസ് ബ്രീത്ത് ചെയ്യാനായിട്ട് വെന്റിലേറ്ററിലൊക്കെ കൊണ്ടുപോയി കിടക്കില്ലേ. അപ്പൊ അവർ ബ്രീത്തിങ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാം, അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ CPR കൊടുക്കും അല്ലെ, കൃത്രിമ ശ്വാസം നൽകും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ പേഷ്യൻസ് ബ്രീത്തിങ് ചെയ്യുന്നില്ല, നോ ആണെന്നെങ്കിൽ അവരെന്താണ്, ആ പേഷ്യൻസിന് മരണം സംഭവിച്ചു. അതിനുശേഷം നമ്മൾ എന്താണ്, പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ചെയ്തു. അതിനുശേഷം പേഷ്യൻസ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്, യെസ് ആണെങ്കിൽ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുക, പെട്ടെന്ന് തന്നെ ചികിത്സ നൽകുക. ആ സെക്ഷൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നത് ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്. പേഷ്യൻസ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്, യെസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ, അവര് ബ്രീത്തിങ് എങ്ങനെയാണെന്ന് നോക്കാം. 30 കൂടുതലാണോ, എന്ത് ചെയ്യാണ്, 30-ൽ കൂടുതലാണെങ്കിൽ എന്താണ്, അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. നെക്സ്റ്റ് ബ്രീത്തിങ് 30-ൽ കുറവാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈസ് റേഡിയൽ പൾസ് പ്രസന്റ്. റേഡിയൽ പൾസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്കറിയാണ് റേഡിയൽ പൾസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, കൺട്രോൾ ബ്ലീഡിങ്. അപ്പൊ എന്ത് ചെയ്യാ, അവരെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. റേഡിയൽ പൾസ് പ്രസന്റ് ആണ്, യെസ് ആണെങ്കിൽ അസസ് മെന്റൽ സ്റ്റാറ്റസ്. ക്യാൻ പേഷ്യന്റ് ഫോളോ കമാൻഡ്സ്. പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കുക, അവർക്ക് കൊടുക്കുന്ന കമാൻഡ്സുകൾ, നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അവർ മറുപടി പറയുന്നുണ്ടെങ്കിൽ എന്താണ്, യെസ് ആണെന്നെങ്കിൽ ഡിലേഡ് കെയർ, എന്താണ്, അവര് കുഴപ്പമൊന്നുമില്ല, വലിയ ഇഞ്ചുറീസ് ഒന്നുമില്ല, ചെറിയ പരിക്കുകളുള്ള അവരുടെ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്താണ്, സാരമില്ല, നോർമലായിരിക്കും. പക്ഷെ മെന്റൽ സ്റ്റാറ്റസ് അവരുടെ ഓക്കെ അല്ല, കമാൻഡ്സുകൾ പാലിക്കുന്നില്ല എങ്കിൽ, നോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുക, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ക്ലിയർ ആയോ ആ ഡയഗ്രാം? ക്ലിയർ ആണോ? ഫസ്റ്റ് വന്നത്
സ്റ്റാർട്ട് ട്രയേജ്. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ട്രയേജ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് പേഷ്യൻസ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ? ഒരു പേഷ്യൻസിനെ ആദ്യം തന്നെ കൊണ്ടുവരുമ്പോ എന്താ നോക്കുക, അവര് ബ്രീത്തിങ് ഉണ്ടോ അല്ലെ, അബോധാവസ്ഥയിലാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഇഞ്ചുറീസ് പറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആദ്യം അവർക്ക് ബ്രീത്തിങ് ഉണ്ടോ നോക്കാം. നോ ആണെന്നെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ അവരുടെ വായു സഞ്ചാര മാർഗം ഓപ്പൺ ചെയ്ത് തുറന്നു കൊടുക്കുക. അപ്പൊ അവരെന്താണ് ബ്രീത്തിങ് ചെയ്യുന്നില്ല എങ്കിൽ മനസ്സിലാക്കാം പേഷ്യൻസിന് മരണം സംഭവിച്ചു. അതെല്ലാം എയർവേ ഓപ്പൺ ചെയ്തിട്ട് അവർ ബ്രീത്തിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട കെയേഴ്സ് പരിചരണം നൽകുക. രണ്ടാമത് പറയുന്നത് പേഷ്യൻസിനെ കൊണ്ടുവരെ അവരെ ബ്രീത്തിങ് നോക്കി അവർക്ക് ബ്രീത്തിങ് ഉണ്ട്. അത് അപ്പൊ എന്ത് ചെയ്യണം, ബ്രീത്തിങ്ങിന്റെ ലെവല് എത്രയാണ്, 13-ൽ കൂടുതലാണോ കുറവാണോ എന്ന് സെറ്റ് ചെയ്യുക. അപ്പൊ 13-ൽ കൂടുതലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. എന്താണ്, ആ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് ബ്രീത്തിങ് കൂടുതലായിട്ട് വരുന്നത്. അതല്ല ബ്രീത്തിങ് കുറവാണെങ്കിൽ, 30-ൽ കുറവാണെങ്കിൽ എന്താണ്, ഈസ് റേഡിയൽ പൾസ് പ്രസന്റ്, അവർക്ക് റേഡിയൽ പൾസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ എന്താണ്, നോ ആണെങ്കിൽ അവരുടെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ റേഡിയൽ പൾസ് പ്രസന്റ് ആണെങ്കിൽ അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നോക്കാം, നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, മറുപടി നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിലേഡ് കെയർ, അവർക്ക് പരിചരണം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, അവർക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ എന്താണ്, നോ ആണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണം നൽകുക. ഓക്കെ അല്ലേ ഇത്? നെക്സ്റ്റ് മിസ് പറഞ്ഞില്ലേ ഇന്ന് കുറെ കോഡുകൾ പഠിക്കാനുണ്ടെന്ന്, ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന ഇൻസിഡന്റുകളെ കുറിച്ചൊക്കെ ഒരുപാട് കോഡുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്. ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സുകൾ ഏതൊക്കെയാണ്? കോഡ് റെഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും. റെഡ് കളർ ഫയർ അല്ലേ, ഫയർ അല്ലേ. അപ്പൊ എന്താണ്, ഫയർ, സ്മോക്ക് ഓർ ദ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ് ഇനീഷ്യേറ്റ് റെഡ് കോഡ് റെഡ് ടീം അലർട്ട് ആസ് പെർ ഫയർ മാനുവൽ ഇൻഫോ 5000. എന്താണ്, തീയ്, ഫയർ, സ്മോക്ക്, പുക. അതേപോലെ എന്തെങ്കിലും കത്തുന്നതായിട്ടുള്ള സ്മെല്ല് വരിക, നമുക്ക് ഓർഡർ, മണം വരിക. അപ്പൊ എന്ത് ചെയ്യുക, കോഡ് റെഡ് ടീമിനെ അലേർട്ട് ചെയ്യുക. ഫയർ മാനുവൽ അനുസരിച്ച് നമ്മൾ 5000-ൽ 5000-ലേക്ക് വിളിച്ചു കാണിട്ട് അവരെ ഇൻഫോം ചെയ്യുക. നമ്മൾ 101, 100 എന്നൊക്കെ പറയാറില്ലേ, എമർജൻസി നമ്പേഴ്സ്, പോലീസിനെയും ആംബുലൻസ്. അതേപോലെ എന്താണ്, 5000-ൽ വിളിച്ചു കാണിട്ട് ഫയർ അലേർട്ട്, കോഡ് റെഡ് ടീമിനെ അലേർട്ട് ചെയ്യുക, അവരോട് വിവരം അറിയിക്കുക. നെക്സ്റ്റ് അതിൽ പറയുന്നത് തന്നെ, നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ 9-ലേക്ക് വിളിച്ച് ഫോളോ ദ റൈസ് പ്രോട്ടോകോൾ. ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ചു കാണിട്ട് എന്ത് ചെയ്യുക, റൈസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യാനായിട്ട്, പാലിക്കാനായിട്ട് പറയുക. റൈസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് അതില് 6 എന്ന് പറയുന്നത് റെസ്ക്യൂ, അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടത്തുന്നത്? റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. എന്താണ്, ആ ഫയർ നടന്ന, തീപിടുത്തമുണ്ടായ അല്ലെങ്കിൽ പുകയുണ്ടായ സ്ഥലത്ത് നിന്നും എല്ലാവരെയും അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാറ്റുക. നെക്സ്റ്റ് എ, റൈസില് 6 എന്ന് പറയുന്നത് റെസ്ക്യൂ, എ എന്ന് പറയുന്നത് ആക്ടിവേറ്റ് എ ഫയർ അലാം. എന്താണ്, എല്ലാവരെയും, മറ്റുള്ളവരെ ജാഗ്രതരാക്കണം അല്ലെ. ഹോസ്പിറ്റലിൽ മറ്റെല്ലാവരും അറിയിക്കേണ്ടേ, പിന്നെ ഒരു ഏരിയയില് ഫയർ, തീ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പുക വന്നിട്ടുണ്ടെന്ന് അറിയിക്കണോ? അതിനു വേണ്ടി ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, റോഡിലെ കൂടെ ഫയർഫോഴ്സ്, ആംബുലൻസ് പോയാലൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? ആ അലാം അടിക്കുമ്പോഴല്ലേ, ആ സൗണ്ട് കേൾക്കുമ്പോഴല്ലേ. ആണോ? ആണ്. അപ്പൊ അതേപോലെ എന്താണ്, ഒരു ഏരിയയില് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ പുക വന്നിട്ടുണ്ട്, എന്തെങ്കിലും
ഇതും കൊണ്ട്. അപ്പൊ എന്താണ്, മറ്റുള്ളവരെ വിവരം അറിയിക്കാനായിട്ട് ആക്ടിവേറ്റ് ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. ഫയർഫോഴ്സ് ബെൽ. ഓക്കെ. സി കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ്. എന്താണ്, ആ തീപിടുത്തം ഉണ്ടായ ആ ഏരിയയില് അല്ലെങ്കിൽ ആ പുക ഉണ്ടായ ആ ഏരിയയില് മാത്രം അത് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഏരിയസിൽ എന്താണ്, ഡോസുകളൊക്കെ ക്ലോസ് ചെയ്യുക, അടക്കുക. ഇ എന്ന് പറയുന്നത് പ്രൈസിൽ ഇ എന്ന് പറയുന്നത് എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഇഫ് പോസിബിൾ. എന്താണ്, ആ തീയെ കെടുത്തിക്കളയാൻ നമുക്ക് നമ്മുടെ കൈവശമുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അല്ലെ, ഫയർ അടക്കുന്നതിനുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച് കാണിട്ട് ആ ഫയർ നമുക്ക് പോസിബിൾ ആവുന്ന ഏറ്റവും വേഗത്തില് കെടുത്തിക്കളയുക. നെക്സ്റ്റ് നോട്ടായിട്ട് പറയുന്നത് അലേർട്ട് അതേഴ്സ് ബൈ ഷൗട്ടിംഗ് കോഡ് റെഡ്. ഇപ്പൊ ചില സമയത്ത് നമ്മുടെ വീടുകളില് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തൊക്കെ തീപിടുത്തുണ്ടായി നമ്മ എങ്ങനെയാ അറിയിക്കുന്നേ? നമ്മുടെ വീടുകളിൽ ഫയർ അലാം ഒക്കെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നത്? ഉച്ചത്തിൽ വിളിച്ചു പറയില്ലേ? അല്ലേ? ബഹളം വെച്ച ആൾക്കൂട്ടിയല്ലേ നിലവിളിക്കും. ബഹളത്തിൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞാണ്. അതേപോലെ എന്താണ്, അത് ജാഗ്രതരാവാത്ത അറിയാത്ത ആളുകൾ എന്താണ്, ഷൗട്ടിങ്, നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കോഡ് റെഡ് അലേർട്ട് ചെയ്യിക്കുക. നെക്സ്റ്റ്, in other area or area away from the alarm location, close all doors and windows even if you are not located in the alarm area. എന്താണ്, നമ്മ ആ ഏരിയയിലല്ല, വേറൊരു ഏരിയയിലാണെങ്കിൽ എന്താണ്, ആ ഏരിയയിലുള്ള എല്ലാ വാതിലുകളും അങ്ങോട്ട് തീയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ എല്ലാ ജനലുകളും വാതിലുകളും ക്ലോസ് ചെയ്യുക. വാച്ച് ഫോർ സൈൻസ് ഓഫ് ഫയർ ആൻഡ് സ്മോക്സ്. എന്താണ്, അതിന് ഉപയോഗിക്കുന്ന സൈൻ ബോർഡുകളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ നമ്മൾ എന്താണ് ഫോളോ ചെയ്യുക, വാച്ച് ചെയ്യുക, നിരീക്ഷിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഡു നോട്ട് യൂസ് എലിവേറ്റേഴ്സ്. നമ്മൾ എന്താണ്, എലിവേറ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ, ലിഫ്റ്റുകളൊന്നും തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. റിപ്പോർട്ട് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ്. ആ തീപിടുത്തം അണയ്ക്കുന്നതിനുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, റെഡ് ടീം അല്ലെ, ഫയർ അണയ്ക്കുന്നതിനുള്ള അതിനുവേണ്ടി പരിശീലനങ്ങൾ ലഭിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ. ഒരു തീപിടുത്തം ഉണ്ടായാല് അല്ലെങ്കിൽ ഒരു പുക ഉണ്ടായാൽ അണയ്ക്കുന്നതിന് ട്രെയിനിങ്ങുകൾ ലഭിച്ച ആളുകളിലെ അവര് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി കാത്തു നിൽക്കുക. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെ അറിയുന്നതിന് വേണ്ടി ആ ഫയർ അസൈനഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് ഓക്കെ ആയോ? ഈ 3 ബോക്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, when using extinguisher to put out the fire, remember. എന്താണ്, നമ്മൾ ഫയർ എക്സ്റ്റിങ്വിഷർ ഫയർ അണയ്ക്കുന്നതിനുള്ള എക്സ്റ്റിങ്വിഷർ എടുക്കുക. റിമെമ്പർ, എന്താണ്, പാസ് എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് പറയുന്നത് പുൾ ദ പിന്നാണ് കേട്ടോ, PM അല്ല പിന്നാണ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്യാം. പുൾ ദ പിൻ. റിമെമ്പർ, നമ്മൾ ഓർക്കണം, ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത്, പാസ് എന്നുള്ള ഇതായിരിക്കും ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ പാസില് പി എന്ന് പറയുന്നത് പുൾ ദ പിൻ, പിന്നാണ് കേട്ടോ, PM അല്ല. കറക്റ്റ് ചെയ്തോ അത്? അപ്പൊ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സിലുള്ള ആ പിൻ എന്ത് ചെയ്യാൻ നമ്മ വലിച്ചെടുക്കണം അല്ലെ, അത് കണക്ട് ചെയ്ത് വെച്ചേക്കായിരിക്കുമല്ലോ. കണ്ടിട്ടില്ലേ ഫയർ എക്സ്റ്റിങ്വിഷർ? നമ്മ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ പെട്രോൾ പമ്പിലൊക്കെ കണ്ടിട്ടില്ലേ ഫയർ എക്സ്റ്റിങ്വിഷർ? അപ്പൊ അതിന്റെ പിൻ എന്ത് ചെയ്യാ, അതും അങ്ങനെ കണക്ട് ഇതാക്കി വെച്ചേക്കായിരിക്കും. അപ്പൊ നമ്മൾ വലിച്ചെടുക്കുക. എന്ന് പറയുന്നത് എയിം ദ നോസിൽ.
എയിം ആണ് കേട്ടോ. AIM. എയിം ദ നോസിൽ, അതിന്റെ നോസിൽ, അതിന്റെ ഗ്യാസ് വരുന്ന ആ ഭാഗം എന്ത് ചെയ്യുക, എങ്ങോട്ടാണോ തീ പിടിച്ചേക്കുന്നത് അങ്ങോട്ട് ലക്ഷ്യം വെക്കുക, എയിം ചെയ്യുക. ചൂസ് ദ ഹാൻഡിൽ, അതിന്റെ ഹാൻഡിലുമേ പിടിച്ച് നിൽക്കുക, ചൂസ് ചെയ്യുക. സ്വീപ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ, എന്താണ് എല്ലാ സ്ഥലത്തേക്കും ചൂസ് ചെയ്ത് എന്താണ് എത്തിച്ചു കൊടുക്കുക അല്ലെ, സ്പ്രെഡ് ചെയ്യിച്ചു കൊടുത്താലല്ലേ തീ നമുക്ക് അണയ്ക്കാൻ പറ്റുള്ളൂ. ഇതിലുള്ള ആ വാതകം, ഗ്യാസ്, തീ അണയ്ക്കുന്നതിനുള്ള വാതകം ആ തീ പിടിച്ച എല്ലാ ഏരിയയിലും എത്തിച്ചാലല്ലേ തീ അണയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് സ്വീപ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ, എല്ലാ സൈഡിലേക്കും എന്താണ് ഇത് സ്പ്രെഡ് ചെയ്ത് എത്തിച്ച് കൊടുക്കുക. ക്ലിയർ ആയോ കോഡ് റെഡ്? നെക്സ്റ്റ് code pink. Code pink is activated when an infant or child is confirmed missing from the NICU, labor room or ward or from the pediatrics floor. ഒരു കുഞ്ഞിനെയോ ഇൻഫാന്റിനെയോ ഒരു കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഒരു ചൈൽഡിനെയോ എന്താണ് NICU നിന്നോ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നോ, ലേബർ റൂമിൽ നിന്നോ, അല്ലെങ്കിൽ ലേബർ വാർഡുകളിൽ നിന്നോ, അല്ലെങ്കിൽ പീഡിയാട്രിക്സ് ഫ്ലോറിൽ നിന്നോ കാണാതായാലാണ് കോഡ് പിങ്ക് അലേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫാന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ്, നമ്മ ഇവിടുന്ന് ഇങ്ങനെ എന്താണ് NICUന്ന് അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്ന് അല്ലെങ്കിൽ വാർഡിൽ നിന്നൊക്കെ ഒരു കുഞ്ഞിനെ കാണാതായിട്ടുണ്ട് എന്ന് വിവരം പറഞ്ഞാൽ എന്ത് ചെയ്യുക, നോട്ടിഫൈ ദ സെക്യൂരിറ്റി സൂപ്പർവൈസേഴ്സ് 1745 ഇമ്മീഡിയറ്റ്ലി, എന്താണ് സെക്യൂരിറ്റി സൂപ്പർവൈസറെ 1745 പെട്ടെന്ന് തന്നെ വിളിച്ച് വിവരം അറിയിക്കുക. സെക്യൂർ ദ ഇമ്മീഡിയറ്റ് ഏരിയ, എന്താണ് അവിടെയുള്ള ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുക, സുരക്ഷിതമാക്കുക അല്ലെ. ആരെങ്കിലും പോയതാണെങ്കിൽ എന്താണ് അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധം അല്ലേ, ആണോ? കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അവരെ പുറത്തു പോകാൻ അനുവദിക്കാത്ത വിധം എന്ത് ചെയ്യുക, അവിടെയുള്ള ഏരിയാസ് ഒക്കെ സെക്യൂർ ചെയ്യുക, സുരക്ഷിതമാക്കുക. ഇഫ് പോസിബിൾ allow no one to enter or exit, ഒരാളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ അവിടെ നിന്ന് അകത്തുള്ളവരെ പുറത്തു കടക്കാനോ സമ്മതിക്കരുത്, അനുവദിക്കരുത്. until the arrival of security staff, സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ ആ സെക്ഷന്, ഇപ്പൊ ലേബർ റൂമിലാണെങ്കിൽ ലേബർ റൂമിലേക്ക് ആരെയും അകത്തേക്ക് കയറ്റാതെയോ എന്താണ് അകത്തുള്ളവരെ പുറത്ത് അനുവദിക്കാതിരിക്കുകയോ ചെയ്യുക. നെക്സ്റ്റ് ചെക്ക് സ്റ്റെയർവേസ്, ലോഞ്ചേഴ്സ്, വെയിറ്റിംഗ് റൂംസ് ആൻഡ് റെസ്റ്റ് റൂം, എന്താണ് എല്ലാ സ്റ്റെയർവേസിന്റെ അടിയിൽ അല്ലെ, സ്റ്റെപ്പിന്റെ ഭാഗത്ത്, വിശ്രമമുറിയില്, വെയിറ്റിംഗ് ഏരിയാസില്, റെസ്റ്റ് റൂമിലൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിവൺ ക്യാരിയിങ് എ ലാർജ് ഡഫിൾ ബാഗ്, എന്താണ് ഒരു ലാർജ് ഡഫിൾ ബാഗ് അല്ലെങ്കിൽ പാക്കേജസ് ആയിട്ട്, അല്ലെങ്കിൽ ട്രൈങ് ടു കൺസീൽ an object under their clothing, ഒരാള് ആളുടെ ഡ്രസ്സിന്റെ അടിയിൽ എന്തെങ്കിലും മറച്ചിൽ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ വലിയ ബാഗുകളിലെ ട്രോളികള്, വലിയ ബാഗുകള്, അങ്ങനെയുള്ള ബാഗുകൾ കൊണ്ടുപോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുക. അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജുകൾ, പൊതികൾ, വലിയ പൊതികൾ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ചോദ്യം ചെയ്യുക. In the event that someone is observed that fits into above category, call security and do not lose sight of the person. എങ്ങനെ നമ്മൾ അങ്ങനെ ആരെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ നമ്മൾ എന്താണ് സെക്യൂരിറ്റിനെ വിവരം അറിയിക്കുക. സെക്യൂരിറ്റി വരണം വരെ എന്താണ് നമ്മുടെ കണ്ണിൽ നിന്ന് അയാൾ കാണാത്ത വിധം, മറിയാത്ത വിധം നമ്മൾ അയാൾ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക അല്ലെ. അങ്ങനല്ലേ അവര് പോകുന്ന ഏരിയയിൽ എന്താ ചെയ്യാ, നമ്മൾ നിരീക്ഷിക്കുക, അവരെങ്ങോട്ടാണ് പോകുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കുക. ക്ലിയറായോ അത്? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ബാഗുകളൊക്കെ ഇട്ട് കൊണ്ടുപോവാ അല്ലെ, ആരെയും കാണാത്ത വിധം.
അല്ലേ? ആണോ? ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് വലിയ ബാഗുകള്, പാക്കേജുകൾ, പൊതികള്, അതല്ലെങ്കിൽ ഡ്രസ്സിന്റെ അടിയില് ഇങ്ങനെ എന്തെങ്കിലും മറക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക. കൂടാതെ എന്താണ് നമുക്ക് അങ്ങനെയുള്ള ആരെങ്കിലും ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റിനെ വിവരം അറിയിക്കുകയും നമ്മുടെ കണ്ണിൽ നിന്ന് സൈറ്റിൽ നിന്ന് മറയാത്ത വിധം നമ്മൾ അവരെന്താണ് നിരീക്ഷിക്കുകയും ചെയ്യുക. Next, if that suspected person attempts to leave the building prior to the arrival of security, do attempt to shut person in any way possible. എന്ത് ചെയ്യുക? ഈ അവരെന്താണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ലീവ് ചെയ്ത ആ ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവരെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുക. Security വരുന്നതിന് മുമ്പ്. If the person does get into a vehicle, get a good description of the vehicle and the vehicle. ചിലപ്പോ അവരെന്താണ് നമ്മളിൽ നിന്ന് കണ്ണു വെട്ടിച്ച് നമ്മുടെ ഇതാക്കി എന്താണ് വണ്ടിയിലൊക്കെ കയറി പോകുകയാണെങ്കിൽ എന്താണ് ആ വണ്ടിയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി വെക്കാന്ന്. ഇപ്പൊ വണ്ടിയുടെ കളറ്, നമ്പറൊക്കെ നമ്മൾ നോക്കി വെക്കില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരാള് രക്ഷപ്പെട്ടു പോകുമ്പോ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോ എന്ത് ചെയ്യും? നമ്മ ആ വണ്ടിയുടെ കളറ്, മോഡല് അല്ലെ, അതിന്റെ നമ്പറൊക്കെ നോക്കി വെക്കും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ എന്താണ്, അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോവുകയാണ്, വണ്ടിയിൽ കയറി പോവുകയാണെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ, അതിന്റെ മോഡല്, അതിന്റെ കളറൊക്കെ നമ്മൾ നോട്ടിഫൈ വെച്ചിട്ട് അതെന്താണ് സെക്യൂരിറ്റിനെ വിവരം അറിയിക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് ഹസാഡസ് മെറ്റീരിയൽസ് പിന്നെ എന്താണ് ഹാനികരമായ എന്തെങ്കിലും മെറ്റീരിയൽസിന്റെ ചോർച്ച സംഭവിക്കുക. എന്താണ്? കെമിക്കൽസ് ചോർച്ച അല്ലെ? രാസവസ്തുക്കളുടെ ചോർച്ച വരിക, മെർക്കുറി സ്പില്ല് വരിക. മെർക്കുറി അറിയാലോ, സ്പില്ലേജ് വെസ്റ്റിൽ പഠിക്കില്ലേ നിങ്ങൾ? ലാബിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ മെർക്കുറി, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെർക്കുറിയുടെ ചോർച്ച സംഭവിക്കുക, ഗ്യാസ് ലീക്കേജ് സംഭവിക്കുക, ഹസാഡസ് ഡ്രഗ്, ഹാനികരമായ ഡ്രഗ്സ്, സൈറ്റോടോക്സിക് പോലെയുള്ള ഡ്രഗ്സുകളുടെ എന്തെങ്കിലും സ്പില്ല്, ചോർച്ച സംഭവിക്കുക. അത് അപ്പോഴൊക്കെയാണ് കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യുന്നത്. ഹസാഡസ് മെറ്റീരിയൽസ് സ്പിൽ റിക്വയർസ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. നമ്മൾ ഹസാഡസ് മെറ്റീരിയൽ എന്താണ്? ഹാനികരമായ മെറ്റീരിയൽസ് ചോർച്ച പെട്ടെന്ന് തന്നെ തടഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ലേ? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇങ്ങനെയുള്ള ഹസാഡസ് മെറ്റീരിയൽസിന്റെ വേസ്റ്റുകൾ ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട ശ്രദ്ധ നൽകുക, അറ്റൻഷൻ കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്, എൻവയോൺമെന്റ് പൊല്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. If the spill is in your work area, remove the patients, remove the people. എന്താണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയില് ഇങ്ങനെയുള്ള സ്പില്ല്, ചോർച്ചകൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആളുകൾ എന്ത് ചെയ്യാണ്? മാറ്റുക, റിമൂവ് ചെയ്യുക. എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ അല്ലെങ്കിൽ പീപ്പിൾസിനെ മാറ്റുക. Call the operator to initiate the code orange. ഓപ്പറേറ്ററിൽ വിളിച്ച്, ടെലിഫോൺ ഓപ്പറേറ്ററിൽ വിളിച്ച് കണ്ടിട്ട് എന്താണ് കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യാനായി പറയുക. ക്ലിയർ ആയത്? ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ, മിസ്സിന്റെ സ്ക്രീനിൽ നിന്ന് അത് പോയി. ഒരു മിനിറ്റ് മിസ് ഒന്ന് നോക്കട്ടെ കേട്ടോ.
ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് അതേഴ്സ് ഇൻ ദി ഏരിയാസ്. എന്താണ് ആ ഏരിയയിലുള്ള മറ്റുള്ളവരെന്താണ് വിവരം അറിയിക്കുക. കൺഫൈൻ ദ സ്പിൽ ഇഫ് പോസിബിൾ ടു ഡു സേഫ്റ്റി. എന്താണ് നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആ സ്പില്ല്, ആ ചോർച്ച തടയുക. കർഡൻ ഓഫ് ദി ഏരിയ ആൻഡ് പോസ്റ്റ് വാർണിംഗ് സൈൻസുകൾ. എന്താണ് ആ സ്പില്ല്, ചോർച്ച സംഭവിച്ച ഏരിയ എന്താണ് കൺട്രോൾ ചെയ്യുക അല്ലെ. നമുക്ക് കാണാറില്ലേ, ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യും, അവർ കെട്ടിത്തിരിക്കൂലേ, അതിനാവശ്യമായ സൈൻ ബോർഡുകളൊക്കെ വെച്ച് തിരിക്കുമല്ലോ. ശ്രദ്ധിച്ചിട്ടില്ലേ ഇതെന്താ? അതേപോലെ ഈ ചോർച്ച സംഭവിച്ച ഏരിയയിലേക്ക് ആരും പ്രവേശിക്കാതിരിക്കാനായിട്ട് ആ ഏരിയ എന്താണ് എന്തെങ്കിലും സൈൻ ബോർഡുകളൊക്കെ വെച്ച് തിരിക്കുക, കൺട്രോൾ ചെയ്യുക. മറ്റേ ഫയർമാൻ സിനിമ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ അതിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ലേ ആ ഗ്യാസ് ബില്ല്, വേസ്റ്റ് ലീക്കേജ് സംഭവിച്ച അവര് ചെയ്ത കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ, അപ്പൊ എന്താണ് ഒരു ആ ഭാഗം കെട്ടി തിരിച്ചല്ലേ, ആരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത വിധം എല്ലാവർക്കും വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ആ ഭാഗം, ചോർച്ച സംഭവിച്ച ഭാഗം എന്ത് ചെയ്യുക, കർഡൻ ഓഫ് ചെയ്യുക, അതായത് തിരിക്കുക, അതിന് ആവശ്യമായിട്ടുള്ള സൈൻ ബോർഡുകളൊക്കെ വെച്ചിങ്ങാട്ട് കൺട്രോൾ ചെയ്യുക. Do not attempt to clean up any spill without appropriate PPE. എന്താണ് നമ്മൾ ഉചിതമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാതെ, PPE കിറ്റുകൾ ഉപയോഗിക്കാതെ എന്താ ചെയ്യാൻ പാടില്ല, ആ വേസ്റ്റുകള് ആ ചോർച്ച ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ എന്ത് വെച്ചും നമ്മൾ PPE കിറ്റുകൾ ധരിക്കാതെയാണ് ചോർച്ച തടയുന്നുണ്ടെങ്കിലോ നമ്മുടെ ശരീരത്തില് എന്തെങ്കിലും രാസവസ്തുക്കൾ ഏൽക്കാം അല്ലേ, ആണോ? അതുകൊണ്ട് തന്നെ കറക്റ്റ് കണ്ടാമിനേറ്റഡ് ആവാം. ചിലപ്പോ എന്താണ് കെമിക്കൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലൊക്കെ ഏൽക്കായോ, ബേണിംഗ് ഒക്കെ വരാം അല്ലെ, പൊള്ളലേൽക്കാം, ശ്വാസം തടസ്സങ്ങൾ ഉണ്ടാവാം അല്ലെ, ചില കെമിക്കൽസ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ശ്വാസം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള PPE കിറ്റുകൾ ധരിക്കാതെ നമ്മൾ എന്താണ് ഒരു കാരണവശാലും സ്പില്ലേജ്, നമ്മുടെ ഈ ചോർച്ച തടയാനായി ശ്രമിക്കരുത്. യൂസ് അപ്രോപ്രിയേറ്റ് സ്പിൽ കിറ്റ്, അതിനാവശ്യമായ സ്പിൽ കിറ്റുകൾ ഉപയോഗിക്കുക. ആഫ്റ്റർ ക്ലീനപ്പ് ഡിസ്പോസ് ഓഫ് ഓൾ PPE ആൻഡ് സ്പിൽ കിറ്റ് മെറ്റീരിയൽസ് ആസ് ഹസാർഡസ് വേസ്റ്റ്. എന്താണ് നമ്മൾ ചോർച്ചയൊക്കെ കഴിഞ്ഞ് എല്ലാം കറക്റ്റ് ആയി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉപയോഗിച്ച പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളും അതിനുപയോഗിച്ച സ്പിൽ കിറ്റുകളും എന്താണ് കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യുക അല്ലെ, നിർമാർജനം ചെയ്യുക. ക്ലിയർ ആയത്? അക്കൗണ്ട് ഫോർ ഓൾ പീപ്പിൾ ഇൻ ഏരിയാസ്. അത് ആ ഏരിയാസിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്നുണ്ട് അല്ലെ. ഒരു മെർക്കുറി സ്പില്ലേജ് നടന്നു, അല്ലെങ്കിൽ ഒരു കെമിക്കൽ സ്പില്ലേജ് നടന്നു കഴിഞ്ഞാൽ അത് ആ ഏരിയയിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കില്ലേ? അപ്പൊ എന്താണ് അക്കൗണ്ട് ഫോർ ഓൾ പീപ്പിൾസ് ഇൻ ദി ഏരിയാസ്, അത് ആ ഏരിയാസിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്നു. ഡ്യൂറിംഗ് ദ ക്ലീനപ്പ് പ്രൊസീജിയർ, if the skin is contaminated, wash the area with soap and water for at least 5 minutes or shower thoroughly. എന്താണ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കാരണം കൊണ്ട് അബദ്ധവശാല് നമുക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഏരിയ സോപ്പ് ഇട്ട് എന്താണ് വെള്ളം കൊണ്ട് 5 മിനിറ്റ് തുടർച്ചയായി കഴുകുക, വെള്ളം ഒഴിച്ച് കഴുകുക. നോട്ടിഫൈ ICN നഴ്സിംഗ് സൂപ്പർവൈസർ CMO if an accidental exposure seek medical help immediately. എന്താണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ICN എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് നഴ്സിനെ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെയോ പെട്ടെന്ന് തന്നെ വിവരം അറിയിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ എടുക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുക. ക്ലിയർ ആയോ? എന്താണ് ഒരു കെമിക്കൽ സ്പില്ലേജ് നടന്നു കഴിഞ്ഞാൽ ആ ഏരിയാസിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്നു. എന്തെങ്കിലും അബദ്ധവശാൽ നമ്മൾ ക്ലീനിങ് നടത്തുന്ന സമയത്ത് ഈ സ്പില്ലേജ് ഈ ചോർച്ച ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിന് സ്കിന്നില് ഇൻഫെക്ഷൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കെമിക്കൽ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ അത് 5 മിനിറ്റ് എന്താണ് സോപ്പിട്ട് നല്ല തുടർച്ചയായി വെള്ളത്തിൽ കഴുകി കളയുക. അത് പിന്നെന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിനെ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുകയും നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് കോഡ് ബ്ലൂ. നമ്മൾ പഠിച്ചാണ് അല്ലെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി കോഡ് ബ്ലൂ കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ്. എന്താണ് കാർഡിയാക് അറസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റുമായിട്ടോ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നാലാണ് കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ 6664. എന്താണ് പെട്ടെന്ന് തന്നെ എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 6664ലേക്ക് വിവരം അറിയിക്കുക. CPR സ്റ്റാർട്ട് ചെയ്യുക. കാർഡിയാക് പൾമിനറി റെsuscitation അല്ലെ CPR സ്റ്റാർട്ട് ചെയ്യുക. ACLS പ്രോട്ടോകോൾസ്. ACLS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടുകൾ കൊടുക്കുക ആ പേഷ്യൻസിന്റെ. അത് അവർ ആ സിറ്റുവേഷൻ കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടുകൾ നൽകുക. റിമൂവ് വിസിറ്റേഴ്സ്. ആ ഏരിയസിൽ നിന്ന് അവരെ കൊണ്ടുവന്നിരിക്കുന്ന അവിടെ നിന്നും വിസിറ്റേഴ്സിനെ സന്ദർശകരെ മാറ്റുക. റിമൂവ് വിസിറ്റേഴ്സ് ഫ്രം ദി ഏരിയ ഓർ റൂം. ആ റൂമിൽ നിന്നും അല്ലെങ്കിൽ അവരെ പെടുത്തുന്ന ഏരിയാസിൽ നിന്നും സന്ദർശകരെ എത്രയും പെട്ടെന്ന് മാറ്റുക. നെക്സ്റ്റ് എന്താണ്? ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് കോഡ് ബ്ലൂ പോളിസീസും പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളൊക്കെ പാലിക്കുക, ഫോളോ ചെയ്യുക. ഫ്ലിബോട്ടമി ആൻഡ് ECG സർവീസ്. എന്താണ് ഫ്ലിബോട്ടമി ECG സർവീസുകളൊക്കെ അവർക്ക് ലഭ്യമാക്കുക. ഫ്ലിബോട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിനിൽ നിന്ന് നേരിട്ട് ബ്ലഡ് കളക്ട് ചെയ്യില്ലേ? നീഡിൽ വെച്ചിങ്ങാനിട്ട് നമ്മുടെ ബ്ലഡിൽ നിന്ന് നേരിട്ട് ബ്ലഡ് കളക്ട് ചെയ്യില്ലേ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടി? അതിനെയാണ് ഫ്ലിബോട്ടമി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാർഡിയാക്ക് നമുക്ക് നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് 5 ടെസ്റ്റ് ചെയ്യിക്കും. കേട്ടിട്ടുണ്ടോ? ഡ്രോപ്പ് 5 ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പൊ ഹാർട്ട് അറ്റാക്ക് ആണോ? അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് അവർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഡ്രോപ്പ് 5 ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലിബോട്ടമി സർവീസ് ECG സർവീസുകളൊക്കെ ചെയ്യുക. ക്ലിയർ ആയത്? റെസ്യൂം നോർമൽ ഓപ്പറേഷൻസ്. നോർമൽ പ്രവർത്തനങ്ങൾ നടത്തുക. ഓൺലി ഡെസിഗ്നേറ്റഡ് ടീം മെമ്പേഴ്സ് വിൽ റെസ്പോണ്ട് ടു ദി CPR ഏരിയാസ്. അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നിയുക്തരായ വ്യക്തികൾ മാത്രം എന്ത് ചെയ്യുക? CPR ഏരിയയിൽ നിന്ന് അവർക്ക് വേണ്ട പരിചരണം നൽകുക, റെസ്പോൺസ് നൽകുക. നെക്സ്റ്റ് എടുത്തോട്ടെ. ക്ലിയർ അല്ലേ? ഇത് ഒന്നുകൂടി പറയണം.
കോഡ് ബ്ലൂ എന്ന് അലേർട്ട് ചെയ്യുന്നത് കാർഡിയാക്കോ റെസ്പിറേറ്ററി അറസ്റ്റുമായിട്ട് ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അലേർട്ട് ചെയ്യുന്നത് വെച്ചാല് റിപ്പോർട്ട് ബൈ എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 6664 നമ്മൾ വിവരം അറിയിച്ച് അവരാണ് ടെലിഫോൺ ഓപ്പറേറ്റർ നമ്പർ ഓപ്പറേറ്റേഴ്സ് ആണ് കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാ, ബിഗിൻ CPR അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് CPR കാർഡിയാക് പൾമനറി റെസസിറ്റേഷൻ കൊടുക്കുക. പിന്നെ എന്താണ് ACLS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടുകൾ നൽകുക. പേഷ്യൻസിന് സിറ്റുവേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടുകൾ നൽകുക. പിന്നെ അവർ ആ പേഷ്യൻസിനെ കടത്തിയിരിക്കുന്ന ഏരിയ അല്ലെങ്കിൽ റൂമിൽ നിന്ന് എന്താണ് വിസിറ്റേഴ്സിനെ മാറ്റുക. നെക്സ്റ്റ് എന്താണ് ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, കോഡ് ബ്ലൂ പോളിസികളും പ്രൊസീജിയേഴ്സും അതായത് റെസൂസിറ്റേഷൻ കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുക, കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, അവരുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ സ്റ്റാഫുകളെ നിയമിക്കുക. അതൊക്കെയാണ് കോഡ് ബ്ലൂ പോളിസിയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോഡ് ബ്ലൂ പോളിസീസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുക. സെൽഫ് ഫ്ലിബോട്ടമി ആൻഡ് ECG സർവീസ് എന്നാണ് ഈ പേഷ്യൻസിന്റെ ECG എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലിബോട്ടമി സർവീസും ECG സർവീസുകളും ലഭ്യമാക്കുക. പിന്നെ റെസ്യൂം നോർമൽ ഓപ്പറേഷൻസ്, അതിനുശേഷം എന്താണ് സാധാരണ പേഷ്യൻസിന് നൽകുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റുകളും കെയർസും അവർക്ക് നൽകുക. ഓൺലി ഡെസിഗ്നേറ്റഡ് ടീം മെമ്പേഴ്സ് വിൽ റെസ്പോണ്ട് ടു ദി CPR ഏരിയാസ്. ഈ പേഷ്യൻസിന് CPR കൊടുക്കുന്ന ഏരിയസിൽ അതിന് നിയുക്തരായ ആളുകൾ മാത്രം അവർക്ക് വേണ്ട റെസ്പോൺസ് കൊടുക്കുക അല്ലെ. കാർഡിയാക്കിന്റെ ഡോക്ടേഴ്സ് ഉണ്ടാവും, കാർഡിയാക്കിന് ആവശ്യമായ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക, ഈ രോഗിയുടെ പരിചരണത്തിന് വേണ്ടി ആ ഏരിയയിൽ നിൽക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് കോഡ് യെല്ലോ മേജർ. ഡോക്ടർ മേജർ എപ്പോഴാണ് ഡോക്ടർ മേജർ ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്? ഡിസാസ്റ്റർ വരുമ്പോ അല്ലെ. നോക്കിയേ, an external disaster has occurred. ഒരു എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കോഡ് യെല്ലോ അലേർട്ട് ചെയ്യുക. The hospital will be receiving patients in excess normal അല്ലെ. ആ സമയത്ത് എന്താണ് പേഷ്യൻസ് അവരുടെ സാധാരണ രീതിയിലുള്ളതിൽ കൂടുതൽ പേഷ്യൻസിനെ ആ സമയത്ത് കൊണ്ടുവരുന്നു അല്ലെ, സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻ പ്ലാൻസ് മാനുവൽസ്. എന്ത് ചെയ്യുക, എമർജൻസി ആക്ഷൻ പ്ലാൻസ് ഫോളോ ചെയ്യുക. അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ അലേർട്ട്, ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ആക്ടിവേറ്റ് their department specific disaster plan as outlined in the hospital emergency procedure manual. നമുക്ക് ആദ്യം എടുത്തപ്പോ പറഞ്ഞല്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തുണ്ടായിരിക്കും, വ്യത്യസ്തങ്ങളായിട്ടുള്ള എമർജൻസി പ്ലാൻ ഉണ്ടാവുന്നല്ലോ. ICUയില് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എമർജൻസി പ്ലാൻ ഉണ്ടാവും അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർക്ക് ഉചിതമായിട്ടുള്ള അവർക്ക് കൊടുത്തിട്ടുള്ള എമർജൻസി പ്ലാനുകൾ ഫോളോ ചെയ്യുക. ഔട്ട്ലൈൻ അതിനു വേണ്ട അലേർട്ടുകൾ, ജാഗ്രതകൾ പാലിക്കുക. അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള എമർജൻസി മാനുവൽ പ്ലാനുകൾ ആക്ടിവേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, CMO should report to the emergency operations center in charge located in the nursing administration 1847. എന്താണ് CMO, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് അല്ലെങ്കിൽ ഇൻചാർജ് അഡ്മിനിസ്ട്രേഷനിലോ വിവരം അറിയിക്കാം. എന്താണ് കോഡ് യെല്ലോ അലേർട്ട് ചെയ്യാനായിട്ട് അവരെന്താണ് 1841ലേക്ക് വിവരം അറിയിക്കുക. Next, check over all status of the ER department such as facilities.
supplies and assess staffing needs. പിന്നെ എന്താണ് എമർജൻസി റൂമില് അവിടുത്തെ പ്രവർത്തനം ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്റ്റാഫുകൾ ഉണ്ടോ, ഫെസിലിറ്റീസ് ഉണ്ടോ അല്ലെ, സപ്ലൈസുകൾ ഉണ്ടോ, റിസോഴ്സുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് കോർഡിനേറ്റർ, എന്താണ് കാഷ്വാലിറ്റി ഇൻചാർജർ ആരാണോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇൻചാർജർ ആരാണോ അവരെ വിവരം അറിയിക്കുക. ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സെൻഡ് എക്സ്ട്രാ സ്റ്റാഫ് ടു ERB, എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൂടുതലായിട്ട് വരുന്ന സ്റ്റാഫുകളെ എങ്ങോട്ട് അയക്കുക, എമർജൻസി റൂമിലേക്ക് അയക്കുക. ക്ലിയർ ആയോ അത്രയും? Next, as designated staff arrives, each person with a role in emergency manual plan will receive a job action sheets. Designate അതിനെ നിയുക്തരായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് എമർജൻസി റൂമിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അവരെ വർക്ക് റോൾ, അവർ ചെയ്യേണ്ട ജോലികൾ എന്താണെന്നുള്ള ആക്ഷൻ ഷീറ്റ് പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങള് വ്യക്തമാക്കി കൊടുക്കുന്നു. All other on duty staff not otherwise assigned to ER position should remain in their department and maintain normal operations. എമർജൻസി റൂമിലല്ലാത്ത മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യുക, അവരുടെ സാധാരണ മെയിൻറ്റെയിൻ നോർമൽ ഓപ്പറേഷൻസ്, അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുക. ക്ലിയറായോ ഇത്? ക്ലിയറായോണ്ട്? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. കോഡ് വയലറ്റ് അസിസ്റ്റൻസ് ഈസ് നീഡഡ് വിത്ത് ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് ഇൻഡിവിജ്വൽസ്. ഒരു പേഷ്യൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണ് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര്, മെന്റലി ഡിസോർഡർ ആയ ആളുകൾ എന്താണ് ചില സമയത്ത് വയലന്റ് ആവും അല്ലെ, ആണോ? ആളുകൾ ഉപദ്രവിക്കും അല്ലെ. അപ്പൊ ആ സമയത്തൊക്കെയാണ് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നോട്ട് പറയുന്നുണ്ട്, എ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് where a gun or weapon may be involved. എന്താണ് ഒരു വെപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗൺ ആയിട്ടോ നോക്കുമ്പോ എന്താണ് നമുക്ക് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു പേഷ്യൻസ്, ഒരു ഇൻഡിവിജ്വല് അവര് ഔട്ട് ഓഫ് കൺട്രോൾ ആവുമ്പോ അല്ലെ, നമുക്ക് നിയന്ത്രിക്കാൻ മെന്റലി ഡിസോർഡർ ആവുമ്പോഴേക്കാണ് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ. എന്താണ് കോഡ് വയലറ്റ് എമർജൻസി നമ്പറിനെ വിളിച്ചു പറഞ്ഞിട്ട് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാനും ആ ഏരിയയിൽ പറഞ്ഞു കൊടുക്കുകയും, ഏത് ഏരിയയിലാണോ കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. കോണ്ടാക്ട് സെക്യൂരിറ്റി ആൻഡ് നഴ്സിംഗ് സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ്ലി. സെക്യൂരിറ്റിനെയും നഴ്സിംഗ് സൂപ്പർവൈസറെയും എന്താണ് ഇമ്മീഡിയറ്റ് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഡു നോട്ട് അറ്റംപ്റ്റ് ടു കൺട്രോൾ ദ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസ്. സെക്യൂരിറ്റി എന്താണ് നമ്മ ഒരിക്കലും കാരണം കൊണ്ട് നമ്മൾ തന്നെ അവരെന്താണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുതെന്ന്. ചിലപ്പോ നമുക്ക് എന്ത് വെച്ചാൽ അപകടങ്ങൾ ഉണ്ടാവാം അല്ലെ, അവര് നമ്മൾ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ, മറ്റുള്ള ആളുകൾ ചെയ്ത് കഴിഞ്ഞാലോ. അപ്പൊ ഡു നോട്ട് അറ്റംപ്റ്റ് കൺട്രോൾ ദി ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ വ്യക്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. സെക്യൂരിറ്റി വിൽ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻ ഫോർ റെസ്പോണ്ടിങ് പേഴ്സണൽ ഓൺ ദ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് നീഡ്. അസിസ്റ്റൻസ് റിക്വയർഡ് എന്താണ് നമുക്ക് സെക്യൂരിറ്റി നിർദ്ദേശങ്ങൾ തരുന്നു. ആ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി നൽകുന്നു. ക്ലിയർ ആയോ ഇത്? ഡു നോട്ട് കോൺഫ്രണ്ട് അല്ല കേട്ടോ, കൺട്രോൾ ആണ് കേട്ടോ, അതൊന്ന് തിരുത്താട്ടോ. നെക്സ്റ്റ് ബോക്സിൽ ഡു നോട്ട് കൺട്രോൾ ദി ഇൻഡിവിജ്വൽ ഓർ ഇൻഡിവിജ്വൽ വിത്ത് എ വെപ്പൺ. നമ്മ എന്താണ് ഒരു വെപ്പൺ ഉപയോഗിച്ചാണ് അവരെന്താണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്.
ചിലപ്പോ നമ്മ കയ്യേറ്റം നമ്മ അങ്ങോട്ട് പിടിയും വയ്യൊക്കെ വരുമ്പോ നമുക്ക് തന്നെ മുറിവുകൾ സംഭവിക്കാം അല്ലെ, അല്ലെങ്കിൽ ആ പേഴ്സണൽസിന് മുറിവുകൾ സംഭവിക്കാം, ആ ഇൻഡിവിജ്വലിന് മുറിവുകൾ സംഭവിക്കാം. ഒരു കാരണവശാലും എന്തെങ്കിലും വെപ്പൺ കൊണ്ട് നമ്മ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. ക്ലിയർ ആയോ? അത് കൺട്രോൾ എന്നാണ് കേട്ടോ, കോൺഫ്രണ്ട് എന്നാണ് എഴുതിയേക്കുന്നത്, അവിടെ കൺട്രോൾ എന്നാക്കാട്ടോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. കോഡ് ബ്രൗൺ. An adult patient is missing, lost or abducted from the hospital. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അഡൾട്ട് പേഴ്സണലിനെ മിസ്സിംഗ് ആവുക, നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് അവരെ തട്ടിക്കൊണ്ട്, അബ്ഡക്റ്റഡ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുക. എന്താണ് when a patient is missing from a patient care unit or outpatient clinic and it's suspected that the patient has eloped, being abducted or is lost, conduct a unit search. ഒരു പേഷ്യൻസിനെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റിൽ നിന്നോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ കാണാതാവുകയോ തട്ടിക്കൊണ്ടു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മ അവിടെ ഒരു യൂണിറ്റ് സെർച്ച്, എല്ലാവരും കൂടി ഒരു യൂണിറ്റ് സെർച്ച് നടത്തുക. ഇഫ് ദ പേഷ്യൻസ് ഡസ് നോട്ട് റിട്ടേൺ, ആ പേഷ്യൻസ് കാണാതായിട്ട് തിരിച്ചു വന്നില്ല, ഡസ് നോട്ട് റിട്ടേൺ, ആസ്ക് ദ ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് കോഡ് ബ്രൗൺ. എന്താണ് ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ച് പറഞ്ഞിട്ട് കോഡ് ബ്രൗൺ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറയുക. നോട്ടിഫൈ സെക്യൂരിറ്റി ആൻഡ് പ്രൊവൈഡ് എ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പേഷ്യൻസ് ക്ലോത്തിങ് ബേൺ ബൈ ദ പേഷ്യൻസ് വെൻ ലാസ്റ്റ് സീൻ. എന്താണ് സെക്യൂരിറ്റി സൂപ്പർവൈസറെ അല്ലെങ്കിൽ അത് നടക്കുന്ന ആളെ വിളിച്ചു പറഞ്ഞിട്ട് എന്താണ് ആ പേഷ്യൻസ് ലാസ്റ്റ് കാണാതായ സമയത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് അല്ലെ, അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ? മിസ്സിംഗ് ഒരാളെ നമ്മൾ ടി വിയിലെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട് അല്ലെ, ഒരു ആളെ മിസ്സിംഗ് ആയി കഴിഞ്ഞാല് അവര് ഇന്ന ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ഇന്ന കളർ ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞ് ക്ലോത്തിങ്ങിന്റെ പറഞ്ഞു തരാറില്ലേ? അതേപോലെ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ്, അവരുടെ ശാരീരിക ഇത് എന്തൊക്കെയാണ്, കളർ എങ്ങനെയാണ്, വെളുത്തിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ ലാസ്റ്റ് സമയത്ത് ഇരിക്കുന്ന ഡ്രസ്സിന്റെ കളർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നോട്ടിഫൈ SMA ഓൺ കോൾ ഓർ ഗസ്റ്റ് റിലേഷൻ മാനേജർ, ഗസ്റ്റ് റിലേഷൻ മാനേജറെ അല്ലെങ്കിൽ സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. SMA എന്ന് പറഞ്ഞാല് സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ പറയുന്ന മറ്റൊരു പേരാണ് SMA, സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. അവരെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് നോട്ടിഫൈ ദ പേഷ്യൻസ് അറ്റൻഡിങ് ഫിസിഷ്യൻ ആൻഡ് ഓർ സ്റ്റാഫ് ഓൺ കോൾ. എന്താണ് അതിന് പിന്നെ എന്ത് ചെയ്യുക, ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഡോക്ടറെ അതല്ലെങ്കിൽ അവർ ആ സ്റ്റാഫിനെ വിളിച്ച് വിവരം അറിയിക്കുക. നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി, അവിടെ ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുക. നോട്ടിഫൈ ഫാമിലി ആസ് അപ്രോപ്രിയേറ്റഡ്, എന്താണ് അവരുടെ ഫാമിലിനെയും വിവരം അറിയിക്കുക. നഴ്സിംഗ് സൂപ്പർവൈസർ വിൽ കോൺടാക്ട് ദി അഡ്മിനിസ്ട്രേറ്റർ ഓൺ കോൾ. എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററിനെ വിളിക്കുക. ദ അഡ്മിനിസ്ട്രേറ്റർ ഓൺ കോൾ വിൽ കോൺടാക്ട് ദ പോലീസ് ഫോർ നോട്ടിഫിക്കേഷൻ. എന്താണ് അഡ്മിനിസ്ട്രേഷനെ വിളിച്ചു കാണിട്ട് പോലീസിലേക്ക് വിവരം അറിയിക്കുക. ഓക്കെ അല്ലേ? ആദ്യം ചെയ്യുക ഫിസിഷ്യൻ ഡോക്ടർ വിവരം അറിയിക്കുക, അതിനുശേഷം നഴ്സിംഗ് സൂപ്പർ വിവരം അറിയിക്കുക, നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷനിൽ വിവരം അറിയിക്കുക, അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പോലീസിനെ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. Next, social work or nursing staff will assist the patient's family members and the staff during the crisis. എന്താണ് പേഷ്യൻസിന്റെ ഫാമിലിക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കണം അല്ലെ, അങ്ങനെയല്ലേ? ഒരാൾ കാണാണ്ടായ പേഷ്യൻസിന്റെ ഫാമിലി ഉണ്ടേ ഏണോ? അതിനു വേണ്ടിയിട്ട് സോഷ്യൽ വർക്കർ, ഹോസ്പിറ്റലിൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫിന്റെ പേഷ്യൻസിന്റെ ഫാമിലിനെ അസിസ്റ്റ്, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട മെന്റലി ഒരു ഹെൽപ്പ് നൽകുക. ആൻഡ് സ്റ്റാഫ് അപ്പോൾ ലൊക്കേറ്റിംഗ് ദ പേഷ്യൻസ് നോട്ടിഫൈ ഇൻ ചാർജ്
nurse and nursing supervisor, NSG അല്ല ട്ടാ, nursing supervisor, nursing supervisor ആണ് ട്ടാ. NSG അല്ല, nursing ആണ്. എന്താണ് ഇപ്പൊ നമ്മ പേഷ്യൻസിനെ കണ്ടെത്തി, അപ്പോൾ ലൊക്കേറ്റിംഗ് ദ പേഷ്യൻസ്, പേഷ്യൻസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് നോട്ടിഫൈ ഇൻചാർജ് ദ നഴ്സ്, അവിടെ ഇൻചാർജ് ഉള്ള നഴ്സിനെ വിവരം അറിയിക്കുക, കൂടാതെ നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുക. പേഷ്യൻസിനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇൻചാർജിലുള്ള നഴ്സിനെയും നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുക. And describe the patient status, ആ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള, അവരെവിടെ എത്തിയിട്ടുണ്ട്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വിവരം അറിയിക്കുക. The nursing supervisor will notify the administration, nursing supervisor അഡ്മിനിസ്ട്രേഷനെ വിവരം അറിയിക്കുന്നു. ആ പേഷ്യൻസിന്റെ സ്റ്റാറ്റസ് അടക്കം, റിട്ടേൺ ചെയ്യുന്ന സ്റ്റാറ്റസ് അടക്കം അവരെ വിവരം അറിയിക്കുന്നു. Then in charge nurse will contact the attending physicians on call, house staff that patients has returned to unit. എന്താണ് അതിനുശേഷം ആ ഇൻചാർജ് ആയിട്ടുള്ള നേഴ്സ് ഡോക്ടറിനെ, ആദ്യം തന്നെ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ പേഷ്യൻസിനെ കാണുന്നില്ല എന്നപ്പോ ആ ഡോക്ടറിനെ അല്ലെങ്കിൽ ഹൗസ് സ്റ്റാഫിനെ, ഡോക്ടർ അസിസ്റ്റന്റിനെ വിളിച്ച് വിവരം അറിയിക്കുക. ആ പേഷ്യൻസ് തിരിച്ച് യൂണിറ്റിൽ, ആ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നു. assess the and documents the patient status, ആ പേഷ്യൻസിന്റെ സ്റ്റാറ്റസും വിലയിരുത്തുക, അസസ് ചെയ്യുക. ക്ലിയർ ആയോ അത്? ബാക്കി എല്ലാവർക്കോ ക്ലിയർ ആയോ? ആ ടേബിള് ക്ലിയർ ആയോ? SMA ഫുൾ ഫോം എന്ന് പറയൂ. SMA ഫുൾ ഫോം എന്ന് പറഞ്ഞുതരാവോ? സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ്. ഗസ്റ്റ് റിലേഷൻ മാനേജർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് SMA. എന്താണ് അവരുടെ ഡ്യൂട്ടീസ്? ഓവറോൾ ഗസ്റ്റ് റിലേഷൻ ഓപ്പറേഷൻസിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെ, ഗസ്റ്റ് സർവീസുകളെ. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് ഗസ്റ്റുകളുടെ, അതായത് ഹോസ്പിറ്റലിലെ ഗസ്റ്റ് ആരാണ്? പേഷ്യൻസ് അല്ലേ. അപ്പൊ പേഷ്യൻസിന് നൽകുന്ന സർവീസ് ഓപ്പറേഷൻസിനെ അസിസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഇന്നത്തെ ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞു. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലെ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ് ആണ് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss.